നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പോൾ ഞാൻ എന്നുള്ളത് കണ്ടങ്കാവിലാണ്. ഞാൻ ഇവിടെ വന്നത്, ഞങ്ങൾ സാധാരണ ഓരോ വീഡിയോകൾ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു ചോർന്നൊലിക്കുന്ന ഒരു വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് അവർക്ക് ടാർപ്പായൊക്കെ കെട്ടിക്കൊടുത്ത ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം മഴക്കാലമായതുകൊണ്ട് നമുക്ക് ആ വീട് മേഞ്ഞു കൊടുക്കാനോ ആളുകൾ സഹായിച്ചാൽ തന്നെ ഇപ്പം ചെയ്യാനോ കഴിയില്ല. മഴക്കാലത്ത് പൊളിച്ചിടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയൊക്കെ ഉള്ള പഠിക്കുന്ന കുട്ടികളുള്ള ഒരു വീടാണത്. അപ്പം ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ടങ്കാവിലെ മോനേട്ടം വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് അറിയിക്കണം പറഞ്ഞു. അപ്പോൾ അവർക്ക് 2 കുട്ടികൾക്കുള്ള ബാഗും പുസ്തകങ്ങളും കുടയും ഒക്കെ ആണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട സാധനങ്ങൾ എന്തായാലും ഞങ്ങൾ അത് മോനേട്ടം വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് കൊണ്ടു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. അപ്പോൾ ആദ്യം മോനേട്ടനോട് തന്നെ വളരെ നന്ദി പറയാം. കാരണം മോനേട്ടൻ ആദ്യമായിട്ടൊന്നല്ല, അതുപോലെ ഞാൻ വയ്യാത്ത ആളുകളുടെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള സഹായങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 3-4 വീടുകളിലേക്കുള്ള സഹായങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഈ കുട്ടികൾക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാഗുകൾ നോക്കിയിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളത് അവർക്ക്. കാരണം അവർക്ക് മോനേട്ടൻ വാങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ബാഗ് നോക്കി വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു. അതിന് അടിസ്ഥാനത്തിൽ നല്ല ക്വാളിറ്റിയുള്ള 2 ബാഗുകൾ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അവർക്ക് ആവശ്യപ്പെട്ട പുസ്തകങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോനേട്ടൻ എന്താ പറയാനുള്ളത് നോക്കാം. നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഈ പരിപാടി എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് തരുന്ന ആദരണീയമായ സൗഹൃദം എന്നും മരണം വരെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന ഒരു ഉപകാരം അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ വലുതല്ല, ഞാൻ വലിയ ധനവാനല്ല, എങ്കിലും എന്നിൽ കിട്ടുന്ന 1 രൂപയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ എന്നും സുധിയോട് പറയാറുണ്ട്. അവൻ പിന്നെ എൻ്റെ അനിയനാണല്ലോ. അപ്പോൾ അവൻ എന്താവശ്യപ്പെട്ടാലും അവൻ നിരീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിരിക്കും. അപ്പോൾ ആ സത്യസന്ധമായ കാര്യങ്ങളിൽ നമുക്ക് കഴിയുന്ന ഒരു നല്ല കാര്യം എന്ന് തോന്നിക്കുന്നത് ചെയ്യുന്നതായിട്ട് മാത്രമേ ഇതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കണ്ടങ്കാവിൻ്റെ ജ്യോതിഷ ഭക്തിയിലേക്കുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടി ഒരു അഭിപ്രായത്തോടു കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടെയാണ് ഞാനിത് സുധീഷിനെയും ആ കുടുംബത്തിനെ ഏൽപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. നമ്മളന്നൊരു വീടിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അപ്പൊ ആ കുട്ടികൾക്ക് കുറെ ആളുകൾ സഹായമായിട്ട് വിളിച്ചിരുന്നു. അവർക്ക് സഹായിക്കാന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഇപ്പോൾ ഒരു വീടിന്റെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിരുന്നു. പക്ഷെ ഈ മഴക്കാലം ആവുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് പൊളിച്ച് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. മോള് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അതുപോലെ മോനെ എത്രയിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. എന്താ പേര് ഇയാളുടെ? സൂര്യ. 2 കുട്ടികളാണ്. ഇനിയൊരു കുട്ടിയും കൂടി ഉണ്ട്, അതിന് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും കുറെ ആളുകൾ സഹായമായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ വളരെയധികം സന്തോഷമായില്. അപ്പൊ നമുക്ക് ഈ 2 കുട്ടികൾക്കുള്ളത് കണ്ടങ്കാവിലെ മോഹനേട്ടനാണിത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അയാൾ വിളിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞപ്പോൾ അവരെന്നെയാണ് പറഞ്ഞത് ഇത്രയും സാധനങ്ങൾ പറഞ്ഞത്. ആ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ഈ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബീജപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. അപ്പൊ സുജിൻ തന്നെ അത് കുട്ടികൾക്ക് കൊടുക്കട്ടെ. അതിനാ ചെറുത് ഇനി എന്തെങ്കിലും വേണ്ടതുണ്ടോ? അപ്പോൾ ഇത് ചെറിയ 3ാം ക്ലാസ് പഠിക്കുന്ന മോന, പേര് ഞാൻ മറന്നു, സാരംഗ്. അപ്പൊ സാരംഗിനും നമ്മളത് കൊടുക്കണം, നന്നായി പഠിക്കണം കേട്ടോ. ഇതിൽ ഒന്നുമില്ല, കുറച്ച് കുടയും 2 കുടയും പേനകളും പുസ്തകങ്ങളും ബാഗും ഒക്കെയാണ്. ബാഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് വാങ്ങിയിട്ടാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് കേടുവരാൻ പാടില്ലല്ലോ. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞതിൽ. ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഇതേമാതിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീടുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരെയും അറിയിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ അവരൊക്കെ സഹായിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരില്ല. അപ്പൊ എല്ലാവരും മാക്സിമം അതിന് ശ്രമിക്കുക. അപ്പൊ നമ്മൾ തുടർന്നും ഈ യാത്രകൾ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ.